ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ആ ഒരാൾ മരിക്കുമ്പോഴുള്ള ഫീലിങ്സ് വളരെ ശക്തമാണ്. നോർമൽ രീതിയിൽ അവർക്ക് ഇവിടം വിട്ടുപോകാനുള്ള ഒരു മാനസികാവസ്ഥ ആയിരിക്കത്തില്ല. അപ്പൊ സഡൻ ഡെത്ത് എന്ന് പറയുന്നത് ശരി, അവർ പോലും അംഗീകരിക്കുന്നില്ല ഞാൻ മരിച്ചു എന്നുള്ള കാര്യം. ആ ഒരു സോളിന്റെ ഇൻഫ്ലുവൻസ് നമുക്ക് പോസിറ്റീവ് ആകാം, പക്ഷെ അതൊരു താൽക്കാലത്തേക്കായിരിക്കും. അത് എത്ര കാലം അങ്ങനെ ഒരാൾ നിൽക്കും ഈ മനുഷ്യ ലോകത്ത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ഇലയിൽ നിന്ന് വേറൊരു ഇലയിലേക്ക് വെള്ളം വീഴുന്ന പോലെ നിമിഷം കൊണ്ട് വേറെ ശരീരം സ്വീകരിക്കാം. ചിലപ്പം കാലങ്ങളിരിക്കാം. അത് നമ്മൾക്ക് ഇത്ര വർഷം ഇരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പൊതുവെ അങ്ങനെ പ്രശ്നം അധികം വെക്കാറില്ല. പണ്ടൊക്കെ ധാരാളം വെക്കുന്നതായിരുന്നു. ഇപ്പോൾ ഇനി അത് ജാതകത്തിൽ തന്നെ അറിയാറുണ്ട്. ജാതകത്തിലെ കോമ്പിനേഷൻ കൊണ്ട് ഇപ്പോൾ ഒരാളുടെ അങ്ങനെ ഒരു പ്രസൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലേ അങ്ങനെ ഉണ്ടാവുള്ളൂ. ആൾക്ക് അങ്ങനെ ഒരു കോമ്പിനേഷൻ ഒരു പ്രേതദോഷം ഉണ്ടാവണം എന്ന് ജാതകത്തിലുണ്ടെങ്കിലേ അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇതിനെയൊന്നും മാനോ വൈകല്യവുമായിട്ട് തെറ്റിദ്ധരിക്കരുത്. നമസ്കാരം. അൺഎക്സ്പ്ലെയിൻഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി ചേച്ചിയോടൊന്ന് പറഞ്ഞായിരുന്നു ഞാൻ ഇതാണ് ചോദിക്കാൻ പോണേന്നുള്ളത്. അതായത് നമുക്ക് പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കെട്ടുകഥകൾ എന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്ന ചില കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വളരെ കൊളോക്കിയലായിട്ട് പറഞ്ഞാൽ പ്രേതബാധ എന്ന് പറയും. ബേസിക്കലി വി ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ സം അതർ, മറ്റൊരു ഈ ലോകത്ത് ഇപ്പം ഇല്ലാത്ത ഒരു ശക്തിക്കോ ഒരു ആത്മാവിനോ, അത് ഏതർത്ഥത്തിൽ വൈബ്രേഷനോ എങ്ങനെ ഏത് വാക്ക് വേണമെങ്കിലും പറയാൻ തോന്നുന്നു. അപ്പോൾ അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുക, അല്ലെങ്കിൽ അത് നമ്മളുടെ ലൈഫിൽ ഒരു ഇൻറ്ററപ്ഷനായി വരിക, അങ്ങനെയൊക്കെ ഉള്ളൊരു പോസിബിലിറ്റി ശരിക്കും ഞാൻ അതിനെ വളരെ സ്കെപ്റ്റിക്കലായിട്ട് കാണുന്ന ഒരാളാണ്. പക്ഷേ വളരെ പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ എനിക്ക് നല്ല വിശ്വാസമുള്ള ആൾക്കാർ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ വിശ്വസിക്കാതിരിക്കാൻ ഒരു കാരണവും എനിക്കില്ല. അപ്പം എനിക്ക് അവിശ്വാസമില്ല, എന്നാൽ ഒരു ചെറിയ ക്ലാരിറ്റി ഇല്ലാത്ത ഒരു വിശ്വാസവുമാണ്. എനിക്കറിയാം ഒരുപക്ഷെ കേൾക്കുന്ന പ്രേക്ഷകരിൽ മിക്കവർക്കും ഇതിനെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവാം, ഒരു വ്യക്തതയില്ലായ്മ ഉണ്ടാവാം. അപ്പൊ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ചേച്ചിയുടെ ഈ വിഷയത്തിലെ അനുഭവങ്ങളൊന്ന് പങ്കുവെച്ചാൽ നല്ലതായിരിക്കും. ഈ വിഷയത്തെപ്പറ്റി ധാരാളം അനുഭവങ്ങളുണ്ട്. നമുക്ക് എല്ലാമൊന്നും നമുക്ക് പറഞ്ഞാൽ ആളുകൾ പ്രത്യേകിച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യമല്ല. അതിനകത്ത് ഒരു പ്രധാന പേടിയുള്ള ഒരു കാര്യമാണ്. അപ്പോ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അത് അനുഭവസ്ഥരല്ലാത്ത ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അനുഭവമുള്ള ആൾക്കാർക്ക് വിശ്വസിക്കാതിരിക്കാനും തരമില്ല. അതാണ് അതിന്റെ പ്രത്യേകത. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രകൃതിയിലുള്ളതെല്ലാം തന്നെ നമ്മളിലുമുണ്ട്. ഈ പ്രകൃതിയിൽ നടക്കുന്ന വളരെ ചെറിയ സംവേദനങ്ങൾ പോലും നമ്മളെ സ്വാധീനിക്കും. പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ചില ആളുകൾക്ക് അത് കൂടുതലായിട്ട് അറിയാൻ പറ്റും, സംവേദനക്ഷമത കൂടുതലായിരിക്കും. ചില ആളുകൾ സംവേദനക്ഷമതയൊന്നും വേണ്ട, അല്ലാതെ തന്നെ അവർക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. കാരണം നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നു, നമ്മൾ ഒരു ഡിവൈസ് എടുത്ത് വെച്ചിട്ട് ഒരു ടൂൺ ചെയ്താൽ റേഡിയോ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റേഷൻ, ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാം. എനിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് കേൾക്കാം, കവിതയ്ക്ക് ഇഷ്ടമുള്ളത് കവിതയ്ക്ക് കേൾക്കാം. അതിന്റെ എല്ലാം വൈബ്രേഷൻ ഈ പ്രകൃതിയിലുണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ലല്ലോ. എന്ന് പറഞ്ഞതുപോലെ ഈ പ്രകൃതിയിലുള്ള എല്ലാ വൈബ്രേഷൻസും അല്ലെങ്കിൽ ഈ സംവേദനങ്ങളും എല്ലാവർക്കും സ്വീകാര്യമായിരിക്കില്ല. നമ്മളുടെ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് നമ്മൾ ജനിച്ച സമയത്തെ ഗ്രഹങ്ങളുടെ സമയബന്ധിതമായ നിലയനുസരിച്ച് ചില ഗ്രഹങ്ങളുടെ ദശാകാലം നടക്കുമ്പോൾ നമ്മൾക്ക് ചില വേൾഡുകളുമായിട്ട് കണക്റ്റഡ് ആകും. വേൾഡ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ പണിത് ഉയർത്തിയിരിക്കുന്ന വേൾഡല്ല, സംവേദനങ്ങളാണ്. അത് വൈബ്രേഷൻസ്. അത് ചിലപ്പോൾ പ്രേത ലോകം എന്ന് പറയുമല്ലോ, പിതൃലോകം എന്ന് പറയും. പ്രേത്യാവസ്ഥ കഴിഞ്ഞിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ ലോകം എന്ന് പറയുന്നത്. ഇപ്പൊ പിതൃലോകത്തെ എത്താത്ത ആത്മാക്കളാണ് പ്രേത്യ അവസ്ഥയിലിരിക്കുന്നത്. അത് പ്രേത്യാവസ്ഥ എന്ന് പറയുന്നത് ദുഃഖമുള്ള അവസ്ഥ എന്നും കൂടെയാണല്ലോ. അത് ശരി. അപ്പൊ അവര് ദുഃഖമുണ്ട്. അവർക്ക് ഇവിടെ നിന്ന് നമ്മൾ മരിച്ച് നമ്മളുടെ പഞ്ചഭൂതാത്മകമായ ശരീരം വിഘടിക്കുന്നു, മനസ്സവിടെയുണ്ട്. ആ മനസ്സിലുള്ള വിചാരങ്ങൾക്ക് ആസക്തികൾക്കൊക്കെ ഒരു
സമാവസ്ഥയിൽ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പിതൃതർപ്പണ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് അവരെ പിതൃ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് പുനർജന്മത്തിനുള്ള യോഗ്യത നേടുന്നു, ആ ജീവൻ പോയി പുനർജനിക്കുന്നു. അല്ലാത്ത അവസ്ഥയിൽ അവര് നമുക്ക് ചുറ്റും ഇങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമല്ല, ലോകത്ത് അവരുടെ പ്രസൻസ് ഉണ്ടാകും. പക്ഷെ അവർക്ക് ഈ ലോകഭോഗങ്ങളൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. എല്ലാത്തിനോടും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അവരുടെ രുചികളെല്ലാം ഉണ്ടാവും. കാതില്ലാതെ കേൾക്കാൻ പറ്റും, നാവില്ലാതെ രുചിക്കാൻ പറ്റും, മൂക്കില്ലാതെ മണക്കാൻ പറ്റും എന്ന് പറയുന്നത് അവർക്കെല്ലാം അനുഭവിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കില്ല, അറിയാൻ പറ്റും. അത് എനിക്ക് ക്ലിയർ ആയില്ല. അറിയാൻ പറ്റും എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റും. പക്ഷെ നമ്മളോട് അവർക്ക് സംസാരിക്കാൻ പറ്റില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇല്ല. ഇപ്പൊ ഇവിടെ ഒരു സോൾ ഉണ്ടെങ്കിൽ ആ സോളിന് നമ്മളെ അറിയാം, നമ്മൾ സംസാരിക്കുന്നവർക്ക് കേൾക്കാം. പക്ഷെ നമ്മളെ ഇങ്ങനെ തോണ്ടി വിളിച്ചിട്ട് നമ്മൾ പറയുന്നത് ശരിയല്ല അല്ലെ ശരിയാണെന്ന് അവർക്ക് പറയാൻ പറ്റില്ല. വർക്ക് ചെയ്യണില്ല എന്നല്ലേ? എന്തോ ടച്ച് എന്നുള്ള ഇന്ദ്രിയം അപ്പൊ വർക്ക് ചെയ്യുന്നില്ല. ഇന്ദ്രിയം ഇല്ലല്ലോ അവർക്ക്. പക്ഷെ അറിവുണ്ട്. അത് എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. കാരണം ഞാൻ 1000-1500 പേർക്കോളം പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അതിനെപ്പറ്റി അനുഭവമുണ്ട്. കാരണം ഓരോ സോളുകളും അവരുടെ ഓരോ അവസ്ഥയിൽ അവർ തന്നെ പറയുന്നത് നമുക്കറിയാം. എനിക്കെല്ലാം കാണാം, എനിക്ക് പക്ഷേ ശരീരമില്ല, എന്നുവെച്ചാൽ എനിക്കെല്ലാം കാണാം. ചില ആളുകൾ പറയും ഞാനിപ്പം വളരെ സന്തോഷമായിട്ടിരിക്കുന്ന അവസ്ഥയാണ്, എനിക്കെല്ലാം അറിയാൻ പറ്റും, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ചില സോളുകൾ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാം അറിയാൻ പറ്റും, എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. ആ അവസ്ഥയിൽ ചില ആളുകൾക്ക് വളരെയേറെ പല കാര്യങ്ങളോടും ആസക്തി ഉണ്ടാവും. അങ്ങനെ ആസക്തിയുള്ള ആ ജീവന് അത് വേണമല്ലോ. അതിനുവേണ്ടി അവര് ഏതെങ്കിലും ഒരാളിനെ ഉപാധിയാക്കുന്നു. അങ്ങനെ ഉപാധിയാക്കുന്ന വ്യക്തിക്ക് ചില പ്രത്യേകതകൾ ഉണ്ടാവണം. പ്രത്യേകിച്ച് അതിന് പ്രശ്നമാർഗത്തിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. ഏത് സമയത്തൊക്കെ പ്രേതബാധ നമ്മളെ ആവേശിക്കാം, അല്ലെ നമ്മളിലേക്ക് അതിന് പ്രവേശിക്കാം. അങ്ങനെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ കസേര ഇവിടെയുണ്ട്, കവിത ഇവിടെ ഇല്ല. ഒരു കസേര വേക്കറ്റാണ്, വേറൊരാൾ വന്നാൽ അവർക്ക് ഇത് കവിതയുടെ കസേരയാണ്, പക്ഷെ കവിത ഇല്ലാത്തപ്പോ വേറൊരാൾക്ക് ഇവിടെ വന്നിരിക്കാമല്ലോ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സ് എപ്പോഴൊക്കെ വളരെയേറെ അസ്വസ്ഥമാകുന്നു ആ സമയത്താണ് ഇത് സെന്റേഡ് അല്ലാത്ത സമയത്ത്. തീവ്രമായ ദുഃഖം ഉണ്ടാകുക, തീവ്രമായ ദേഷ്യം ഉണ്ടാകുക, തീവ്രമായ ആസക്തികൾ ഉണ്ടാകുക, അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഇത്. പിന്നെ ചില സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതൊരു വ്യക്തിയിലേക്ക് പ്രോസസ് ചെയ്യാം. ചെയ്തതിന് ശേഷം അവരുടെ ഇഷ്ടങ്ങള് ആ വ്യക്തിയിലൂടെ അത് അനുഭവിക്കാൻ പറ്റും. അപ്പോ എന്നെ അല്ലെങ്കിൽ ഒരാളെ ആൾ പ്രൊസസ് ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ എന്നിലൂടെ അവർക്ക് എന്റെ സെൻസസിലൂടെ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നാണല്ലോ കാണുന്നത്. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ വേണമെങ്കിൽ പറയാം. ഒരിക്കല് എനിക്ക് പരിചയമുള്ള ഒരാള് നോർമലായിട്ടുള്ള ഒരു ശരീരാവസ്ഥയുള്ള ആളായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഫാമിലിയൊക്കെ പ്രശ്നമായിട്ടാണ് എന്നെ കാണാൻ വരുന്നത്. എനിക്ക് മുന്നേ അറിയാവുന്ന ആള് തന്നെയാണ്. ഈ സാഹചര്യത്തിൽ അദ്ദേഹം വളരെയേറെ തടിച്ചു, വളരെയേറെ. അപ്പോ നമുക്കറിയാം, നമ്മൾ സ്ട്രെസ് വരുമ്പോൾ കൂടുതൽ ഭക്ഷണം കഴിക്കുമല്ലോ, ചിലര് കഴിക്കില്ല, ചിലർ അങ്ങനെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ ധരിക്കാം. പിന്നെ ഇതുണ്ടല്ലോ ഹോർമോണൽ വ്യതിയാനം കൊണ്ടും ഉണ്ടാകാം, അതൊക്കെ ഉണ്ടാകാം. പക്ഷെ ഇദ്ദേഹത്തിന്റെ തടിയെ കണ്ടപ്പോ എനിക്ക് പ്രത്യേകിച്ച് ഞാനൊരു അദ്ദേഹത്തിന്റെ ഗ്രഹനില നോക്കിയപ്പോ മനസ്സിലായ ഒരു കാര്യം, ഒരു നിശ്ചിത പീരീഡിലാണ് ഈ തടി കൂടിയിരിക്കുന്നത്. അപ്പൊ ജാതകത്തിൽ നോക്കുമ്പോ അങ്ങനെ തടി കൂടേണ്ട ഒരു കോമ്പിനേഷൻ ഇല്ല. ചില ഗ്രഹം അതൊക്കെ ജാതകത്തിൽ കാണാം. തീർച്ചയായിട്ടും കഴിയുമ്പോ എനിക്ക് രഹസ്യമായിട്ട് ചേച്ചി ഒന്ന് കണ്ട എന്റെ തടി ചില ഗ്രഹനിലകൾ വരുമ്പോൾ തടികൾ, ഓരോ ഗ്രഹങ്ങളും അത് അതിന്റെ ഛായ വ്യക്തിയിൽ ഉണ്ടാക്കുന്നു. ശനിദശ വരികയാണെങ്കിൽ എല്ലാവരും ഒന്ന് മെലിയും, കുറച്ചൊന്ന് ഒരു ഡൾ ഫീൽ ആയിരിക്കും. അതേസമയം വ്യാഴദശ വരികയാണെങ്കിൽ കുറച്ച് തടി വയ്ക്കും, മുഖത്തൊക്കെ ഗ്ലോ ഉണ്ടാവും. അങ്ങനെയാണ് എല്ലാ ഗ്രഹങ്ങളും. ആൾക്കാരെ കാണുമ്പോൾ തന്നെ ചേച്ചിക്ക് ഏത് ഇതാണെന്നൊക്കെ അറിയാൻ പറ്റുമായിരിക്കും അല്ലെ? നമ്മൾ അതാണല്ലോ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം ഓരോ ഗ്രഹങ്ങളും ഏത് വ്യക്തിയെ ഏത് ഗ്രഹമാണ് നയിക്കുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ചൊവ്വയാണെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് ഏകദേശം ഡിഫൻസിലുള്ള ആൾക്കാരെയൊക്കെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയില്ലേ? അറിയാം. അത് അവരുടെ ആ നയിക്കുന്ന ഗ്രഹം ചൊവ്വയായതുകൊണ്ട് എല്ലാവരും ഏകദേശം അവരെ കണ്ടാൽ നമുക്ക് സാധാരണ
ഞാൻ ശരിക്കും വിചാരിച്ചു ചേച്ചി പറയുന്ന ഡിഫൻസിലുള്ള ആൾക്കാർക്ക് ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ, അതാ ഞാൻ പെട്ടെന്ന് പറഞ്ഞ ടീച്ചേഴ്സിനെയും കണ്ടാൽ അറിയാൻ പറ്റും. ആ ബോഡി ലാംഗ്വേജ് കൊടുക്കുന്ന ഒരു ഗ്രഹമുണ്ട്. അതാണ് അത് അതുപോലെ തന്നെ എല്ലാ ഗ്രഹങ്ങളും. അപ്പൊ ചില പ്ലാനറ്ററി പീരീഡിൽ സ്വാഭാവികമാണ്, അത് എന്തുകൊണ്ടായാലും തടി വയ്ക്കാം. ഇപ്പൊ ഹോർമോണൽ വ്യത്യാസമാണെങ്കിലും എന്തായാലും തടി വയ്ക്കാം. അപ്പൊ ഇദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു പീരീഡ് അല്ല, അപ്പൊ ഈ തടി വെച്ചു. അപ്പൊ ഞാൻ അന്നേരം ചോദിച്ചു, ഇദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങളുടെ അമ്മയുടെ സഹോദരൻ, അത് ഗ്രഹനില നോക്കി ചോദിച്ചാ കേട്ടോ, ഇൻഡ്യൂഷനോ ഒന്നും അല്ല, കോമൺ സെൻസ് വെച്ചിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്ത് ചോദിച്ചതാ. നിങ്ങളുടെ അമ്മയുടെ സഹോദരന്മാരാരെങ്കിലും പെട്ടെന്ന് മരിച്ചോ എന്ന് ചോദിച്ചു. പറഞ്ഞു എന്റെ അമ്മയുടെ സഹോദരന് ആക്സിഡന്റിൽ മരിച്ചു. ഒരു പിന്നെ ഹൈ റേഞ്ചിൽ നിന്ന് ലോറി ഓടിച്ചു വന്നപ്പോ ആക്സിഡന്റ് ആയി മരിച്ചുപോയി. ഒരു 42 ആ ഏജ് ആയിരുന്നു, കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇദ്ദേഹത്തിന് ഫാമിലി പ്രോബ്ലംസ് ആരും തന്നെ കേട്ടോ. ആർക്കാ? ഈ വന്നാളിന്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ അമ്മാവനെ മരിച്ചു ഇത്. അപ്പൊ ഞാൻ ചോദിച്ചാൽ അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം പറയണോ? അതിനുശേഷം എനിക്കൊരു പ്രത്യേക ആഹാരത്തോട് വളരെ ഇഷ്ടമായിരുന്നു, അത് എന്റെ അമ്മാവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അമ്മയോട് റെസിപ്പിയൊക്കെ ചോദിച്ചിട്ട് അത് ഭയങ്കരമായിട്ട് ഉണ്ടാക്കിയിട്ട് ഭയങ്കരമായിട്ട് കഴിക്കുമെന്ന്. മനസ്സിലായില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ആളിന് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം. അത് ഇയാൾ അത് തിരിച്ചറിഞ്ഞു. ഞാൻ ചോദിച്ചു അതിനുശേഷം എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന്റെ ആഹാര രീതി അതിന് മുൻപ് എനിക്ക് അതിനോട് ഇഷ്ടമില്ലായിരുന്നു. ഈ ഒരു പീരീഡിൽ ഞാനത് ഇദ്ദേഹത്തിന്റെ അമ്മയോട് തന്നെ റെസിപ്പി ചോദിച്ചിട്ട് വളരെ കൂടുതലായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടേയിരിക്കും. ഇയാൾ ഐഡന്റിഫൈ ചെയ്തിരുന്നു, ശ്രദ്ധിച്ചിരുന്നു? ഇല്ല, ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. അപ്പൊ ഇഷ്ടങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു? ചോദിച്ചു, അപ്പോഴാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് ആ ഒരു ഇഷ്ടമുണ്ട്. അതിന്റെ മേലെ ഇദ്ദേഹത്തിന്റെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. മനസ്സിന്റെ മേലെയാണ് ഇൻഫ്ലുവൻസ് വരിക, അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന തരത്തിലല്ല. നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും അവര് സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നമ്മൾ ഈ സിനിമയിൽ കാണുന്ന പോലെ ഒരു പൊസസ്ഡ് അങ്ങനെയല്ല, വളരെ സട്ടിലായിട്ടുള്ള ലെവലില് നമ്മളുടെ ഒരു രീതികളെ, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ ഒക്കെ എഫക്ട് ചെയ്യും. തീർച്ചയായിട്ടും അത്. പക്ഷെ നമ്മൾ 3 പേര് ഒരു വീട്ടിലുണ്ടെങ്കിൽ 3 പേരെയും എഫക്ട് ചെയ്യുന്നില്ലല്ലോ. ഒരാളായിരിക്കും. പ്രസക്തമായ ചോദ്യമാണ് അത്. അതെന്താണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവരുടെ പ്ലാനറ്ററി പീരീഡ് അനുസരിച്ച്. അതാണ് ഞാൻ ആദ്യം പറയാൻ ശ്രമിച്ചത്. കസേരയല്ല, നമ്മളെ ഓരോ വേൾഡുമായിട്ട് ഓരോ പ്ലാനറ്ററി പീരീഡിൽ കണക്റ്റഡ് ആയിരിക്കും. ഇപ്പൊ വേൾഡുമായിട്ട് നമുക്ക് കണക്റ്റഡ് ആവേണ്ട പ്ലാനറ്ററി പൊസിഷൻ ആണെങ്കിലാണ് അത് പെട്ടെന്ന് നമുക്ക് ആ താതാത്മ്യത്തിലേക്ക് വരിക. അതേസമയം നമ്മളിപ്പോ ലോകമായിട്ട് എന്ന് പറയുന്ന ആ ഒരു വൈബ്രേഷനുമായിട്ട് കണക്ട് ചെയ്യണം, പെട്ടെന്ന് സമ്പന്നരാകും, ആർഭാടങ്ങൾ ഇഷ്ടപ്പെടും, അങ്ങനെ ആ സ്വഭാവത്തിൽ വരും. കിന്നര എന്ന് പറഞ്ഞാൽ അറിവിനോട് താല്പര്യം വരും, ഗന്ധർവ ലോകത്തിൽ വന്നാണെന്ന് കലകൾ വരും. അതുപോലെ തന്നെ ചില പ്ലാനറ്ററി പീരീഡുകളുണ്ട്. ഇപ്പൊ രാഹു നടക്കുന്നു, രാഹുവും കേതു ഒക്കെ പൂർവ്വജന്മത്തിലെ കർമ്മങ്ങളുമായിട്ട് വളരെയേറെ കണക്റ്റഡ് ആയിട്ടുള്ള പിന്നെ പീരീഡുകളാണ്. എനിക്ക് പെട്ടെന്ന് ചോദ്യം, അതുകൊണ്ടായിരിക്കും ചിലപ്പോ കേതുവിന് ഹേതു വേണ്ടെന്ന് പറയണേ. ഈ ജന്മമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് റീസൺ മനസ്സിലാവില്ലായിരിക്കും. പൂർവ്വജന്മത്തിൽ എന്തെങ്കിലും കാരണമായിരിക്കും. അപ്പൊ നമുക്ക് തോന്നുമോ കാരണം ഇല്ലാതെ ഇതൊക്കെ സംഭവിച്ചു എന്ന് തോന്നുന്നു. അതെ. ഇപ്പൊ രാഹുവിലെ കേതുവിലൊക്കെ വരുന്ന രോഗങ്ങളുടെ കാരണം കണ്ടുപിടിക്കാൻ വലിയ പാടാ. ഒന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പൊ രാഹുദശ നടക്കുകയാണെങ്കിൽ നമ്മൾ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. അതുപോലെ നമ്മൾക്ക് അതുവരെയുള്ള ഇഷ്ടങ്ങൾ ആൾക്കൂട്ടത്തിലായിരിക്കും, പക്ഷെ നമ്മൾ ഒറ്റപ്പെട്ട ഫീൽ ചെയ്യും. അതുപോലെ നമ്മുടെ പ്രാണോർജവുമായിട്ട് എനർജി പോയിന്റുകളായിട്ടും മർമ്മ പോയിന്റുകളായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. അപ്പൊ അവിടെ നമ്മളുടെ ആ എന്താ പറയണ്ടേ എനർജിയുടെ സ്റ്റോർ ഹൗസ് എന്ന് പറയുന്നതാണ് അതൊക്കെ. അപ്പൊ അത് ചിലത് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ചിലര് സിദ്ധിവിശേഷം എന്ന് പറയും, ഹീലിംഗ് പവർ എന്ന് പറയും, അല്ലെ ചിലര് പറയും നമുക്ക് ചില കാര്യങ്ങളോട് ഇഷ്ടം വരും. നമുക്ക് അന്ന് വരെ ഇഷ്ടമില്ലാത്ത ഒരു വിഷയത്തോട് നമുക്ക് താല്പര്യം വരും. നമ്മൾ അന്ന് വരെ പാട്ട് പാടിയിട്ടില്ല, പക്ഷെ നമ്മൾ പാടുകയും പഠിക്കുകയും നല്ല പാട്ടുകാരാവുകയും ചെയ്യും. ഒന്നും വേണ്ട, ജ്യോതിഷം പഠിക്കും. ഞാനൊക്കെ അങ്ങനെ പഠിച്ചു. രാഹുവിന്റെ ബന്ധമുള്ള സ്ഥലത്ത്, അതായത് നമ്മൾക്ക് അതുവരെ ഒരു ബന്ധമില്ല, എനിക്കൊരു വിശ്വാസവും ഇല്ല, അറിവും ഇല്ലാത്തൊരു കാര്യമാണ് എന്ന് പറഞ്ഞു. അത് പൂർവ്വജന്മത്തിലേ ഉണ്ടായിരുന്നു, അതൊരു പ്രത്യേക പ്ലാനറ്ററി പീരീഡിൽ നമ്മൾ അതിലേക്ക് എത്തപ്പെടുന്നു എന്ന് പറഞ്ഞതുപോലെയാണ്. ഈ ഓരോ ചിലർക്ക് ആ സംവേദന സ്വീകരിക്കാൻ പറ്റിയ പ്ലാനറ്ററി പീരീഡ് നടക്കണം. അങ്ങനെയുള്ളപ്പോഴാണ് അവർക്ക് ആ വേൾഡിലെ സംവേദനങ്ങൾ അറിയാം. ചിലര് പ്രൊസസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക്, പക്ഷെ ആ പ്രസൻസ് അറിയാൻ പറ്റും. ഇപ്പൊ ഒരാൾക്ക് അങ്ങനെ പ്രൊസസ് ചെയ്ത ഒരാളുണ്ടെങ്കിൽ ആ ആളിനെ ഇയാൾക്ക് അറിയാൻ പറ്റും, ഇവരുടെ മേലെ അങ്ങനെ ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. അത് പ്രൊസസ് ചെയ്യണമെന്നില്ല, വേൾഡുമായിട്ട് ഒരു കണക്ഷൻ വരിക എന്നുള്ളതാണ്. അങ്ങനെയാ സംഭവിക്കുക. അപ്പൊ ശരിക്കും കാരണം എനിക്ക് പേഴ്സണലി എനിക്ക് വളരെ വിശ്വാസമുള്ള ഒരാൾ പറഞ്ഞിട്ടുള്ളതാണ് ഇതുപോലെ. റാൻഡംലി ഒരു ഫ്രണ്ട് വന്നപ്പോൾ ഈ ഫ്രണ്ടിന് ക്ലെയിംസ് ദാറ്റ് ഇങ്ങനെ കാര്യം കാണാൻ പറ്റും.
അപ്പോൾ ഒരു രൂപം ഡിസ്ക്രൈബ് ചെയ്തു, ഇത് ആരാണെന്ന് ചോദിച്ചു. അപ്പം ആ കുട്ടിയുടെ ഒരു ബന്ധത്തിലുള്ള മരിച്ചുപോയ ഒരാളായിരുന്നു. അപ്പം ഈ ആളാണ് ഈ കുട്ടീനെ ഡിസ്റ്റർബ് ചെയ്യണേ, ആ കുട്ടിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, ഈ ആളാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര കറക്റ്റായിരുന്നു. കാരണം എന്നിട്ടൊരു പരിഹാരം പോലെ പറഞ്ഞു. അപ്പോൾ അതിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടായി. അപ്പോൾ എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റൂല. കാരണം ഈ ഡിസ്ക്രൈബ് ചെയ്ത ആളിനെ ഈ വന്ന കുട്ടി കണ്ടിട്ടേ ഇല്ല, കാണാനുള്ള യാതൊരു സാധ്യതയുമില്ല. അപ്പം എങ്ങനെയാണ് എന്നുള്ളത്, അതുകൊണ്ടാണ് സ്പെസിഫിക്കലി ഇങ്ങനെ ചോദ്യം പ്രേക്ഷകരിൽ വന്നപ്പം എനിക്കും കുറച്ച് കൗതുകം ഉണ്ടായിരുന്നു ഈ ചോദ്യം അറിയാൻ. എനിക്കിനി ഒരു ഇപ്പൊ ചേച്ചി പറഞ്ഞു പ്രേതലോകവും പറഞ്ഞു, മുകളിലത്തെ അതിലും പിതൃലോകവും പറഞ്ഞു. അപ്പം നമ്മൾ ഈ പിതൃകർമ്മങ്ങൾ ചെയ്യുന്നത് ഈ അവസ്ഥയിൽ നിന്നും പിതൃ അവസ്ഥയിലേക്ക് മാറാനാണെന്ന് പറഞ്ഞു. അപ്പം ഈ മരിച്ചുപോയ ലോറി ഡ്രൈവറിന് അല്ലെങ്കിൽ അമ്മാവൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് അത് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ആ ഒരാൾ മരിക്കുമ്പോഴുള്ള ഫീലിങ്സ് വളരെ ശക്തമാണ്. നോർമൽ രീതിയിൽ അവർക്ക് ഇവിടം വിട്ടുപോകാനുള്ള ഒരു മാനസികാവസ്ഥ ആയിരിക്കത്തില്ല. അപ്പൊ സഡൻ ഡെത്ത് എന്ന് പറയുന്നത് അവര് പോലും അംഗീകരിക്കുന്നില്ല ഞാൻ മരിച്ചു എന്നുള്ള കാര്യം. ഓക്കെ, അതാണ് ആ ഒരു അങ്ങനത്തെ പാസ്റ്റ് ലൈഫൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആ സോള് ബോഡിയുടെ അടുത്ത് നിൽക്കുകയാണ്. എന്റെ ശരീരം, എന്റെ വീട്ടിൽ അമ്മയും അച്ഛനും ഒക്കെ കരയുന്നു, അവര് കരയുന്നു, ഒരു കുട്ടിയുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ എന്റെ ശരീരം ഇവിടെ കിടക്കല്ലേ, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പോകും. അപ്പൊ അതവർക്ക് ആ ശരീരം ഇല്ലാന്ന് പോലും, നഷ്ടപ്പെട്ടു എന്ന് പോലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു നിശ്ചിത പീരീഡ് ഒരു പക്ഷെ അവര് ഇങ്ങനെ അലഞ്ഞു തിരിയുന്നുണ്ടാവും. അപ്പൊ ആ പീരീഡ് നമ്മളിപ്പോ വർഷത്തിലൊരിക്കലാണല്ലോ പിതൃതർപ്പണം ഒക്കെ ചെയ്യുന്നത്. അപ്പൊ എത്ര നാള് ചെയ്യണം, എത്ര നാളെടുക്കും ഇവർക്ക്? അത് കൃത്യമായിട്ട് ഒരു കണക്ക് പറയാനേ പറ്റില്ല. ഇങ്ങനത്തെ ഒരുപാട് എക്സ്പീരിയൻസുകൾ പറയാനുണ്ട് വാസ്തവത്തില്. ഒരിക്കല് ഞാൻ ഒരു വീട്ടില് അവരുടെ അച്ഛൻ മരിച്ചതിന്റെ പിതൃക്രിയ ചെയ്യാനായിട്ട് പൂജാരിമാര് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഒഴിവ് നോക്കാൻ പോയതാ. അപ്പോ എല്ലാവരെയും ഇങ്ങനെ ആവാഹിക്കും മീൻസ് അവര് ഇൻവോക്ക് ചെയ്ത് ശുദ്ധി ചെയ്ത് വിഷ്ണു സമക്ഷം പിതൃകളൊക്കെ തയ്ക്കുന്ന പ്രോസസ്സാണ്. അങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് ഈ മനസ്സിന് ക്ലെൻസിങ് കൊടുത്ത് മമതാബന്ധമൊക്കെ വിടർത്തി വിടുകയാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. അതെ. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഒരാൾ മാത്രം പ്രശ്നം അവിടെ വെച്ച് നോക്കുമല്ലോ അവര് വന്നോ പോയോ നോക്കുന്നു. ഒരാൾ മാത്രം എന്തായിട്ടും വരുന്നില്ല. അപ്പൊ കുറേ മണിക്കൂറുകൾ നോക്കി, എന്നിട്ട് വരുന്നില്ല. അപ്പൊ അവര് പൂജ ചെയ്യുന്ന ആളുകൾ എന്നോട് പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് പ്രശ്നം വെച്ച് നോക്കാം. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരാളിന് വേണ്ടിയിട്ട് ഇവര് പിന്നെ ഇവരുടെ വീട്ടില് അന്നദാനം ഒക്കെ ചെയ്യുന്ന ഏതോ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ഈ വീടിനെ സംരക്ഷിച്ച് ഇവിടെ നിൽക്കുകയാണ്. അദ്ദേഹം ഇവിടെ നിന്നോളാം. ആ നിൽക്കുന്നുള്ള ആരാണെന്ന് നമുക്ക് അറിയാനായിട്ട് ആ ആളിനെ സംബന്ധിച്ച ഒരു ആഹാരദാനം ഇവരുടെ വീട്ടിൽ നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അങ്ങനെയാണ്, ഞങ്ങളുടെ ഒരു അപ്പൂപ്പനുണ്ട്, ഞങ്ങള് ഉത്രാട നാളില് തിരുവോണത്തിന്റെ തലേ ദിവസം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ആളുകളെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കാറുണ്ട് വർഷങ്ങളായിട്ട്. അപ്പൊ ഈ മരിച്ചുപോയ ആളിന്റെ അച്ഛനാണത്, മുത്തശ്ശനോ മറ്റോ ആണ്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ട, ഞാനിവിടെ നിന്നോളാം, എനിക്ക് പോകണ്ട, ഞാൻ ഇവരെയൊക്കെ നോക്കി കാത്തു നിൽക്കാന്ന് പറയാം. അപ്പൊ അദ്ദേഹം അങ്ങനെ കാത്തു നിൽക്കുന്ന അദ്ദേഹത്തിന് സന്തോഷമാണ്. കാരണം ഇവര് ബഹുമാനപൂർവ്വം ഭക്ഷണം ദാനം ചെയ്യുന്നു, അംഗീകരിക്കുന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞ് ഇവരുടെ തലമുറകളിൽ പോകുമ്പോൾ ഇവര് ആവശ്യമില്ല, നിർത്തിക്കളയാം. അല്ലെങ്കിൽ ഈ നിൽക്കുന്ന ആളിന് തന്നെ തോന്നുകയാണ് ഇങ്ങനെ നിൽക്കുന്ന അത്ര നല്ലതല്ലെന്ന് തോന്നിയാലും പ്രശ്നം വരും, ഡിസ്റ്റർബൻസ് വരും. അതപ്പോ ഇവരുടെ മനസ്സിനെ ബാധിക്കും. എന്തായാലും അന്ന് പിന്നെ ഇദ്ദേഹത്തിന് എന്ത് ചെയ്താൽ അത് സ്വീകാര്യമാകുമെന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ കണ്ടത് ഇതുപോലെ അന്നദാനം ചെയ്യുക, അതിനുശേഷം പിന്നെ പൂജാവിധിയിൽ കുറച്ച് വ്യത്യാനമൊക്കെ വരുത്തിയിട്ട് പിറ്റേ ദിവസം അന്നദാനത്തിന് ശേഷം അദ്ദേഹത്തിനെ അഭാവിച്ചു വേഗം ഇതാവുകയും ചെയ്തു. പക്ഷെ ആ സമയത്ത് ആ സോളിന് ഭയങ്കര ഹാപ്പിയാ. അതിന് മുൻപ് വരെ ആ അവസ്ഥ അറിയില്ലല്ലോ, ആ സന്തോഷമുള്ള അവസ്ഥ അറിയില്ലല്ലോ, മമതാബന്ധമുള്ള അവസ്ഥയിലല്ലേ അത് നിൽക്കുന്നത്. അത് ഈ ആളിന്, ഈ പൂജ നടത്തിയ ആളിന് 6 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു. പക്ഷെ അതിന്റെ അടുത്ത മാസം കൺസീവ് ആയി. അങ്ങനെയാ ഒരു സോളിന്റെ ഇൻഫ്ലുവൻസ് നമുക്ക് പോസിറ്റീവ് ആകാം, പക്ഷെ അതൊരു തൽക്കാലത്തേക്കായിരിക്കും. അത് എത്ര കാലം അങ്ങനെ ഒരാൾ നിൽക്കും ഈ മനുഷ്യ ലോകത്ത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ഇലയിൽ നിന്ന് വേറൊരു ഇലയിലേക്ക് വെള്ളം വീഴുന്ന പോലെ നിമിഷം കൊണ്ട് വേറെ ശരീരം സ്വീകരിക്കാം. ചിലപ്പം കാലങ്ങൾ ഇരിക്കാം. അത് നമ്മൾക്ക് ഇത്ര വർഷം ഇരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല.
അപ്പൊ നമ്മളിപ്പോ മരിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്. നമ്മളിപ്പം പിതൃകർമ്മം ചെയ്യുമ്പോൾ വേറെ ലൈഫ് എടുത്തിട്ട് ആ ആത്മാവ് വേറെ ശരീരം എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പിതൃകർമ്മം ചെയ്യുന്നതിൽ നമ്മൾ അതിനെപ്പറ്റി ഒരു ഗുരുവിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ നമ്മളൊരു കത്തെഴുതി അഡ്രസ്സ് എഴുതി അയച്ചാൽ അത് അഡ്രസ്സ് ഇത് തന്നെ കിട്ടുമല്ലോ എന്നാണ് എന്നോട് തിരിച്ചു ചോദിച്ചത്. പക്ഷെ അവര് ജീവിക്കുന്ന സ്ഥലത്തും ഞാൻ അതിന് കഴിഞ്ഞ എപ്പോഴും ഞാൻ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു പിതൃകർമ്മം ക്ലാരിറ്റി കിട്ടാതെ ഒരു സോള് വന്നിട്ട് എന്തോ തെറ്റുകൾ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളൊരു പുനർജനിച്ചിട്ടുണ്ടെങ്കിലും ആ ജീവിതത്തിന് അത് അനുഗ്രഹമായിട്ട് മാറും. അപ്പൊ ഈ പൂർവീരെന്ന് പറയുന്നത് നമ്മൾ തന്നെയാണല്ലോ. അതെ, വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഇപ്പൊ ഈ നമ്മളൊരു ആളുടെ കാര്യമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, അമ്മാവൻ. അദ്ദേഹത്തിന് ഈ ഒരു പ്രസൻസ് കൊണ്ടാണ് ഇത് ഉണ്ടായതെന്നാ പറഞ്ഞത്. ഓക്കെ. അപ്പൊ അതിനെന്തെങ്കിലും കറക്റ്റീവ് മെഷേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റുമോ? അതിനുള്ള പരിഹാര കാര്യങ്ങളൊക്കെ അവര് ക്ഷേത്രത്തിൽ പോകുക, പിന്നെ മനസ്സിലാക്കുമ്പോൾ തന്നെ വ്യത്യാസം വരും. പിന്നെ ആചാരവിധി പ്രകാരം ഓരോരുത്തരുടെ ആചാരം എങ്ങനെയാണോ അതനുസരിച്ചുള്ള പ്രീതി കർമ്മങ്ങൾ ചെയ്യണം. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ജാതകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സംഭവം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ, അതോ പ്രശ്നം വെച്ച് നോക്കുമ്പോഴാണോ അറിയുന്നത്? ഞാൻ പൊതുവെ അങ്ങനെ പ്രശ്നം അധികം വെക്കാറില്ല. പണ്ടൊക്കെ ധാരാളം വെക്കുമായിരുന്നു. ഇപ്പൊ അത് ജാതകത്തിൽ തന്നെ അറിയാറുണ്ട്. ജാതകത്തിലെ കോമ്പിനേഷൻ കൊണ്ട് ഇപ്പൊ ഒരാളുടെ അങ്ങനെ ഒരു പ്രസൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലേ അങ്ങനെ ഉണ്ടാവുള്ളൂ. ആൾക്ക് അങ്ങനെ ഒരു കോമ്പിനേഷൻ ഒരു പ്രേതദോഷം ഉണ്ടാവണം എന്ന് ജാതകത്തിലുണ്ടെങ്കിലേ അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇനി ആദ്യം നോക്കുന്നത് ജാതകത്തില. അപ്പൊ ചിലര് ചോദിച്ചത് നന്നായി. ചിലർ എന്നോട് ചോദിക്കാറുണ്ട് പ്രശ്നം വെച്ചെന്താ പറയാത്ത. ഞാൻ പറഞ്ഞ അതിന്റെ ആവശ്യമില്ല. ഇനി പ്രശ്നം വെച്ച് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജാതകത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില കാര്യങ്ങളുണ്ടാകും. അപ്പോൾ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ നമ്മൾ പ്രശ്നം വെച്ച് നോക്കണം. താത്കാലികമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലർക്ക് ശത്രുബാധ ഉണ്ടാകും, അല്ലെങ്കിൽ പ്രശ്നം വെച്ചിട്ട് പറഞ്ഞു ശത്രുദോഷം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. അവർക്ക് ശത്രുക്കളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാകാനുള്ള കാര്യം അവരുടെ ജാതകത്തിലുണ്ട്. അപ്പോൾ അതിനുള്ള പരിഹരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതിനെ ഒന്ന് മാനോ വൈകല്യവുമായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും ഒരുപാട് വളരെ വിദ്യാഭ്യാസമുള്ള കുട്ടികളൊക്കെ കുറേ ആളുകൾ, അതെനിക്ക് വളരെ വേദനാജനകമായൊരു കാര്യമായിട്ടാണ് തോന്നിയത്, മാനസിക നല്ല തെറ്റിയിട്ടും ഇതൊക്കെ കാണുന്നുണ്ട്. അത് ശരിക്കും മെന്റൽ പ്രോബ്ലമാണ്. അതിന് ചികിത്സ വേണ്ട കാര്യമാണ്. ഈ എന്തൊക്കെ അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അതെല്ലാം ഉടനെ പ്രേതബാധയെന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ശരിയാണ്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് മെന്റൽ ഡിസോർഡേഴ്സിന് പ്രേതബാധ, പിന്നെ വളരെ എന്താണ് പറയണേ, ഓഡായിട്ടുള്ള കാര്യങ്ങളും വളരെയേറെ നമ്മൾ സംസാരിച്ചതിന് കുഴപ്പമാകും. കുട്ടിക്ക് തന്നെ ഹേർട്ട്ഫുൾ ആവുന്ന രീതിയിലും പെയിൻഫുൾ ആവുന്ന രീതിയിലും ഒക്കെ ഉള്ള പരിഹാര കർമ്മം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും പല കേസസിലും. ഇതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നത് തന്നെ ചിലപ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കുക ചെയ്യുന്നത്. പോസിറ്റീവായി എടുക്കുന്നത് വളരെ കുറവേ ഉള്ളൂ. കാരണം അങ്ങനെ മിസ്യൂസ് ചെയ്യുകയും ചെയ്യാം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രേതബാധയാണെന്നങ്ങ് സ്ഥാപിച്ചു കഴിഞ്ഞാല് പല രീതിയിൽ അതിനെ ചെയ്യാവുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് അത് പൊതുവെ നമ്മൾ സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു വിഷയമാണ്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതെ, നമ്മൾ ഇതിനെ കുറിച്ച് കോൺഷ്യസ് ആയിരിക്കണം. പക്ഷെ നമ്മൾക്ക് അത് എനിക്ക് എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്താ ചെയ്യാൻ പറ്റണേ? പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് നമ്മൾ സെന്റേർഡ് ആയിരിക്കുക. സെന്റേർഡ് എന്ന് പറയുമ്പോൾ വളരെ വലിയ ആഴമേറിയ ഒരു വാക്കാണ്. അപ്പൊ കുറച്ചുകൂടെ പ്രാക്ടിക്കലി എല്ലാവർക്കും മനസ്സിലാവുന്ന ഇതിൽ നമ്മൾ പറയുമ്പോൾ ഞാൻ പറയാം, അമിതമായിട്ട് ദേഷ്യപ്പെടാതിരിക്കുക. നമുക്ക് ദേഷ്യം വരും, മനുഷ്യനാണ്, സ്വാഭാവികമായിട്ടും ദേഷ്യം വരും. പക്ഷെ അതിനൊരു പരിധിയുണ്ട്. പരിധി വിട്ട ദേഷ്യങ്ങൾ വരിക എന്ന് പറയുന്നത് നല്ലതല്ലല്ലോ. അപ്പൊ നമ്മൾ സ്വയം മനസ്സിലാക്കണം, എനിക്ക് വളരെ കൂടുതൽ ദേഷ്യമാണ്. അപ്പൊ ആ ദേഷ്യത്തിനെ കുറയ്ക്കാനുള്ളത് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യാനുള്ളത് ശിവക്ഷേത്രത്തിൽ ദാനം ചെയ്യാം, ആഹാരം ദാനം ചെയ്യാം, എന്ത് ദോഷത്തിനും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ പ്രാണായാമം ശീലിക്കാം. അതാണ് മുന്നേയും പറഞ്ഞത്. സൂര്യ നമസ്കാരം ചെയ്യാം, യോഗ ചെയ്യാം, മന്ത്രം ജപിക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ദേഷ്യത്തിനെ ഒന്ന് കുറയ്ക്കണം. ഈ ദേഷ്യം മാത്രമല്ല, അന്യർക്ക് നന്നായിരിക്കുന്നുണ്ടാല് അസൂയുകൊണ്ട് സഹിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതും ഇതേപോലെ തന്നെയാണ്. മനസ്സിലായില്ലേ? ആസക്തികള് എന്തിനോടും അമിതമായിട്ടുള്ള നമ്മുടെ മനസ്സിന്റെ കാമക്രോധ ലോഭ മോഹ മത മത്സരം എന്ന് പറയുന്ന ആ മനസ്സിന്റെ ഭാവങ്ങള് അത് അധികമാകുമ്പോൾ അത് നമ്മളെ ഇതുപോലെയുള്ള സാധ്യതകളിലേക്ക് കൊണ്ടുപോകും. കൺട്രോൾ ഇല്ലാത്ത
വികാര വിചാരങ്ങൾ. അപ്പൊ അതിനെ നമ്മൾ അങ്ങനെയാണെന്ന് നമ്മൾ തിരിച്ചറിയാം. പിന്നെ കുറച്ച് ആൾക്കാർക്ക് അത് മനസ്സിലാകുന്നേ ഇല്ല. അപ്പൊ നമുക്കൊന്നും ചെയ്യാനില്ല, അവർക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് തിരിച്ചറിയുന്നു നമുക്ക് ഇങ്ങനെ ഒരു വികാരം കൂടുതലാണ്, ദേഷ്യം, അസൂയ എല്ലാ അമിതമായിട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ബോധപൂർവം നമ്മൾ റിയലൈസ് ചെയ്യുക, അവബോധം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനുശേഷം നമ്മൾ ആഹാരം ദാനം ചെയ്യാം, നല്ല പ്രവൃത്തികൾ ചെയ്യാം, സേവ ചെയ്യാം, 100 കാര്യങ്ങളുണ്ട് നമുക്ക് അനുഷ്ഠിക്കാവുന്നത്. അങ്ങനെയുള്ള സമയങ്ങളിൽ ഇത് ബാധിക്കുന്നത് വളരെ കുറവ്. സന്തോഷം ചേച്ചി. വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു വിഷയമായിരുന്നു. ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാവാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അതെല്ലാം സ്വീകാര്യമാണ്. നമുക്ക് ചേച്ചിയുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ, ജ്യോതിഷ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്. ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ചോദ്യങ്ങൾ അയക്കാം. നമ്മൾ ഇനി വരുന്ന എപ്പിസോഡുകളിൽ ആ ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ് അസ്. ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും നന്ദി. താങ്ക് യു ചേച്ചി.